രാജിവെക്കുന്നതിന് മുൻപേ ഉദ്ഘാടനങ്ങളുടെ തിരക്കിലായിരുന്നു മേയറായിരുന്ന പ്രസന്ന ഏണസ്റ്റ്. നിർമ്മാണം പാതിവഴിയിലായ കെട്ടിടങ്ങൾ പോലും ഉദ്ഘാടനം ചെയ്തുവെന്നാണ് ആരോപണം. എന്നാൽ ഈ ഉദ്ഘാടന മാമാങ്കത്തിൽ നിന്ന് CPI വിട്ടുനിന്നു. ദിലീപ് ദേവസി തയ്യാറാക്കിയ റിപ്പോർട്ട്. കൊല്ലം കോർപ്പറേഷന്റെ ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിന്റെ പവലിയനിലാണ് ഞാൻ നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു ധനമന്ത്രിയായ KN ബാലഗോപാൽ ഈ പവലിയൻ ഉദ്ഘാടനം ചെയ്തത്. മേയർ പ്രസന്ന ഏണസ്റ്റ് അധ്യക്ഷത വഹിച്ചു. കോടികൾ ചെലവഴിച്ചാണ് ഈ പവലിയനും സ്റ്റേഡിയവും നവീകരിക്കുന്നത്. ഈ പവലിയനിലിരുന്ന് കളി കാണുന്നതിനുള്ള സൗകര്യങ്ങളെല്ലാം ഏർപ്പെടുത്തിയെന്നാണ് മേയറും മന്ത്രിയും അന്ന് പറഞ്ഞത്. മൈതാനം വൃത്തിയാക്കാതെ എന്തിനായിരുന്നു തിടുക്കപ്പെട്ട പവലിയന്റെ ഉദ്ഘാടനം നടന്നത്? ഈ ഗാലറിയെല്ലാം പെയിന്റ് അടിച്ച കോടികൾ ചെലവഴിച്ചപ്പോൾ മൈതാനം നന്നാക്കാൻ ഇവർ മറന്നുപോയോ? സ്പോർട്സ് മത്സരം ഏതെങ്കിലും ഒരു മത്സരം ഉൾപ്പെടെ നടത്തുവാൻ കഴിയുന്ന സാഹചര്യമില്ല. പവലിയൻ തന്നെ പണി പൂർത്തീകരിച്ചിട്ടില്ല. ഇത് മുഴുവൻ കാട് കയറി കിടക്കുന്ന അവസ്ഥ. ഭാവിയിൽ കൊല്ലം ജില്ലയിൽ നിന്ന് ഒളിമ്പ്യന്മാരെയും കായിക താരങ്ങളെയും സൃഷ്ടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സ്റ്റേഡിയം നവീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഇത് കായിക താരങ്ങൾക്ക് വേണ്ടി തന്നെയാണോ എന്നുള്ളത് ഒരു സംശയമാണ്. മുന്നണിയിലെ ധാരണ പ്രകാരം ഈ മാസം 5-ാം തീയതിയായിരുന്നു CPIMന്റെ മേയർ കൊല്ലം കോർപ്പറേഷനിൽ നിന്ന് രാജിവെക്കേണ്ടിയിരുന്നത്. എന്നാൽ താൻ 10-ാം തീയതി മാത്രമേ രാജിവെക്കുകയുള്ളൂ എന്ന് മേയർ പ്രസന്ന ഏണസ്റ്റ് ശാഠ്യം 8-ാം തീയതിയായിരുന്നു ഈ പണിതീരാത്ത ഫ്ളാറ്റിൻ്റെയും പണിതീരാത്ത സ്റ്റേഡിയത്തിൻ്റെയും ഉദ്ഘാടനം നടന്നത്. ഇന്നത്തെ പരിപാടിയുടെ ഉദ്ഘാടനത്തിന് എന്നെ വിളിച്ചിരുന്നു മേയർ. കാരണം 5-ാം തീയതി അവരുടെ നേരത്തെ ഒരു ധാരണയനുസരിച്ച് CPIM ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉള്ളതാണ്. ഞാൻ രാഷ്ട്രീയം പറഞ്ഞാൽ കൗൺസിലിൽ എങ്കിലും നമുക്ക് അവരുടെ കാലാവധി ഒരു 5-ാം തീയതി മാറി പുതിയ ആളുകൾ വരണമെന്ന് തീരുമാനിച്ച അടിസ്ഥാനത്തിൽ കൗൺസിൽ കൂടുമ്പോൾ അങ്ങനെ മാറാൻ പോവുകയാണ്. അതുകൊണ്ട് 5-ാം തീയതിക്ക് മുമ്പ് 4-ാം തീയതി ഉദ്ഘാടനം വേണമെന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് 7-ാം തീയതി ബഡ്ജറ്റാണ്, അതിനു മുമ്പ് വരാൻ പറ്റില്ല. കൊല്ലം ലാൽ ബഹദൂർ സ്റ്റേഡിയത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ പോകുന്ന ആളുകൾ കരയുകയാണ് സത്യത്തിൽ. കാരണം പെയിൻ്റ് അടിക്കുന്നു, ഉദ്ഘാടനം ചെയ്യുന്നു. അവിടെ വേണ്ട മെച്ചപ്പെട്ടമായിട്ടുള്ള സംവിധാനങ്ങളൊന്നും തന്നെ, അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കാതെയാണ് പെയിൻ്റ് അടിച്ച് അതിൻ്റെ മോടി കൂട്ടുന്ന രീതിയിൽ കാണിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നത്. പണ്ട് UDF സർക്കാർ അധികാരമൊഴിയുന്നതിന് തൊട്ടു മുൻപ് കണ്ണൂർ എയർപോർട്ട് ഉദ്ഘാടനം ചെയ്തപ്പോൾ തട്ടിക്കൊട്ട് ഉദ്ഘാടനമാണെന്ന് വിമർശിച്ച ഇടതുപക്ഷം ഈ സ്റ്റേഡിയത്തിൻ്റെ ഉദ്ഘാടനവും നേരത്തെ കണ്ട ഫ്ളാറ്റിൻ്റെ ഉദ്ഘാടനവും എന്ത് പറഞ്ഞ് ന്യായീകരിക്കും? ഇതും തട്ടിക്കൂട്ട് തന്നെയല്ലേ? വീഡിയോ ജേർണലിസ്റ്റ് S. അബൂ താഹിറിനൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദേവസ്യ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം.